മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ സോഷ്യോളജിയും ഇക്കണോമിക്സും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. രാഷ്ട്രീയ മീമാംസയും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും പറഞ്ഞു. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങൾ, അതായത് ഹിസ്റ്ററിയും മനഃശാസ്ത്രവും നരവംശശാസ്ത്രവും, ഈ മൂന്നും സമൂഹശാസ്ത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് സോഷ്യോളജിയും ഹിസ്റ്ററിയും, സമൂഹശാസ്ത്രവും ചരിത്രവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഭൂതകാല സംഭവങ്ങളെ കുറിച്ചാണ്. ഭൂതകാല രേഖകളുമായി ബന്ധപ്പെട്ടതാണ് ചരിത്രം എന്ന് പറയുന്നത്. അത് ഒരു സംഭവത്തിലോ ഒരു കാലഘട്ടത്തിലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എത്രത്തോളം കൃത്യമായി വിവരിക്കാൻ പറ്റുമോ അത്രത്തോളം കൃത്യമായി തന്നെ വിശദമായി തന്നെ വിവരിക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി സ്റ്റഡീസ് പാസ്റ്റ് സൊസൈറ്റി. എന്നാൽ സോഷ്യോളജിയിലോ? സോഷ്യോളജി എന്നുള്ളത് സമകാലീന സമൂഹത്തിലാണ് അതിന് താല്പര്യം. പ്രസന്റ് സൊസൈറ്റിയാണ് ഈ സോഷ്യോളജിയിൽ അനലൈസ് ചെയ്യുന്നത്. സമൂഹശാസ്ത്രം ഒരേ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി പഠിക്കുന്നുണ്ട്. ഒരേ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ, അത് രണ്ട് സംഭവങ്ങളോ അതിലധികം സംഭവങ്ങളാണെങ്കിലും ആ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് സമൂഹശാസ്ത്രത്തില് പഠിക്കുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സംഭവങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും. സോഷ്യോളജി ഹിസ്റ്ററിയിൽ നിന്നും വിവരങ്ങൾ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി സോഷ്യോളജിയിൽ നിന്നും വിവരങ്ങൾ കടമെടുക്കുന്നുണ്ട്. പരസ്പരം അത്യാവശ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ശാസ്ത്രശാഖകളാണ്. ഹിസ്റ്ററി പാസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച്, ഭൂതകാല സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു. എന്നാൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് പ്രസന്റ് സൊസൈറ്റിയാണ് പഠിക്കുന്നത്. സോഷ്യോളജിയിൽ നമ്മൾ പ്രസന്റ് സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ബന്ധമാണ് പഠിക്കുന്നത്. എന്നാൽ ഹിസ്റ്ററിയിലോ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവത്തെ എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമോ അത്രത്തോളം കൃത്യമായി വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടും പരസ്പരം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ശാസ്ത്രശാഖകളിൽ നിന്നും അവ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു പുതിയൊരു ഡിസിപ്ലിനാണ് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഹിസ്റ്ററിയിൽ നമ്മൾ സോഷ്യൽ പാറ്റേൺസ്, ജെൻഡർ റിലേഷൻ, മോർസ്, കസ്റ്റംസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെ തമ്മിൽ അതിനെ കുറിച്ചിട്ടൊക്കെ അതിന്റെയൊക്കെ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആണ് ഈ സോഷ്യൽ ഹിസ്റ്ററിയിൽ വരുന്നത്. ഈ കാര്യങ്ങളുടെയൊക്കെ സോഷ്യൽ സാമൂഹ്യപരമായ എല്ലാ കാര്യങ്ങളുടെയും ചരിത്രമാണ് ഈ സോഷ്യൽ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി പറയുന്നത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള റിലേഷൻ ബന്ധമാണ് പഠിക്കുന്നത്. നമുക്കറിയാം, മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെയും അത് മനുഷ്യന്റെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെയും ശാസ്ത്രീയ പഠനമാണ്. സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ മനസ്സിനെ കുറിച്ചും മനസ്സ് എങ്ങനെ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത്. വ്യക്തി അവരുടെ അവബോധം, ഗ്രാഹ്യം, ബുദ്ധി, ഓർമ്മ, പ്രേരണ, ആശകൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മൾ ഈ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. ലേണിംഗ് ആൻഡ് മെമ്മറി, സെൻസേഷൻ, പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ഇമോഷൻ, തിങ്കിങ്, ലാംഗ്വേജ്, പേഴ്സണാലിറ്റി, സോഷ്യൽ ബിഹേവിയർ, ഇന്റലിജൻസ്, ചൈൽഡ് ഡെവലപ്മെന്റ്, മെന്റൽ ഇൽനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ പഠിക്കുന്നുണ്ട്? ഈ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാ അപ്പൊ ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച കാര്യമാണ്. ഈ സൈക്കോളജിയിൽ എന്താണ് പഠിക്കുന്നത്? ഒരു വ്യക്തിയെ കുറിച്ചാണ് പഠിക്കുന്നത്. വ്യക്തിയുടെ മനസ്സിനെ കുറിച്ചും അയാളുടെ പെരുമാറ്റത്തെ കുറിച്ചുമാണ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്രത്തിലോ? സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു ഗ്രൂപ്പിനാണ്. അപ്പൊ ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പരസ്പരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സമൂഹശാസ്ത്രത്തില് പഠിക്കുന്നത്.
മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തിയുടെ പെരുമാറ്റവും വ്യക്തിത്വവും വിശദീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സമൂഹശാസ്ത്രം സമൂഹത്തിലെ ഗ്രൂപ്പുകളുടെ പെരുമാറ്റത്തെയാണ് വിശദീകരിക്കുന്നത്. മനഃശാസ്ത്രത്തിലെ വ്യക്തിയുടെ പെരുമാറ്റമാണ് പഠിക്കുന്നതെങ്കിൽ സമൂഹശാസ്ത്രത്തിലെ ഗ്രൂപ്പുകളുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും മനുഷ്യന്റെ ഗ്രൂപ്പുകളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ പെരുമാറ്റത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സാമൂഹ്യ മനഃശാസ്ത്രം എന്നുള്ളത് ഒരു പ്രത്യേക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. സാമൂഹ്യ മനഃശാസ്ത്രം അങ്ങനെ ഒന്ന് രൂപപ്പെടുന്നുണ്ട്. രണ്ടിന്റെയും മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ സാമൂഹ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി രൂപം കൊള്ളുന്നത്. അത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? വിച്ച് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽ ബിഹേവ്സ് ഇൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഒരു വ്യക്തി പെരുമാറുന്നത് എന്നുള്ളതാണ് ഈ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഈ സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സമൂഹശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഇടയിലെ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. അത് ശ്രദ്ധ കൊടുക്കുന്നത് സാമൂഹ്യ ഗ്രൂപ്പുകളിലുള്ള വ്യക്തിയുടെ പെരുമാറ്റത്തിനാണ്. വിച്ച് give more importance to individuals' behavior in groups. ഇനി പറയുന്നത് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും, സമൂഹശാസ്ത്രവും സാമൂഹ്യ നരവംശശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ നരവംശശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ അല്ലെങ്കിൽ മാനവരാശിയുടെ ഉൽപ്പത്തി, അതിന്റെ വികസനം, ആചാരങ്ങള്, വിശ്വാസങ്ങള് എന്നിവയെ പറ്റിയുള്ള പഠനമാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. നരവംശശാസ്ത്രം മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തി, വികസനം, ആചാരങ്ങള്, വിശ്വാസങ്ങള് എന്നിവയെ കുറിച്ചുള്ള പഠനമാണ്. ഈ നരവംശശാസ്ത്രത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഭൗതിക നരവംശശാസ്ത്രം എന്നും സാമൂഹികവും സാംസ്കാരികവുമായ നരവംശശാസ്ത്രം എന്നും അങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഇതിൽ ഭൗതിക നരവംശശാസ്ത്രം എന്നത് മനുഷ്യവർഗത്തിന്റെ ജീവശാസ്ത്രപരമായ ഉൽപ്പത്തിയെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ ജീവശാസ്ത്രപരമായ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്നതാണ് ഭൗതിക നരവംശശാസ്ത്രം. പിന്നെ രണ്ടാമത്തേതാണ് സാമൂഹികവും സാംസ്കാരികവുമായ നരവംശശാസ്ത്രം. അത് സാമൂഹ്യ ചുറ്റുപാടുകളിലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സാമൂഹ്യ ചുറ്റുപാടുകളിലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സാംസ്കാരികവും സാമൂഹികവുമായ നരവംശശാസ്ത്രം എന്നത്. സമൂഹശാസ്ത്രത്തിനും നരവംശശാസ്ത്രത്തിനും മാനുഷിക ബന്ധങ്ങളിലും ജനങ്ങൾക്കും ഇടയിലുള്ള ഇടപെടലുകളിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് ഈ രണ്ടും ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേക ഗുണങ്ങൾ എടുക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യസ്തമാണ്. പ്രശസ്തനായ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ക്രോയ്ബർ. അദ്ദേഹം പറഞ്ഞത് ഒരമ്മയിൽ ജനിച്ച സമൂഹശാസ്ത്രത്തിനും നരവംശശാസ്ത്രത്തിനും ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്, എന്നാൽ അവയുടെ പ്രത്യേക ഗുണങ്ങളിൽ രണ്ടും വ്യത്യസ്തമാണ് എന്നാണ് ക്രോയ്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെ ഒരു സന്തുലിതം അല്ലെങ്കിൽ രണ്ടിന്റെ പൊതുവായ ഗുണങ്ങൾ വരുന്നതാണ് സാമൂഹ്യ നരവംശശാസ്ത്രം എന്നുള്ളത്. ഈ സാമൂഹ്യ നരവംശശാസ്ത്രം വികസിച്ചത് പാശ്ചാത്യ നാടുകളിലായിരുന്നു. പടിഞ്ഞാറൻ നരവംശശാസ്ത്രജ്ഞര് യൂറോപ്യേതര സമൂഹങ്ങളെ വിചിത്രവും കിരാതവും അപരിഷ്കൃതവുമായാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവര് യൂറോപ്പിന് പുറത്തുള്ള ആളുകളെ നേറ്റീവ്സ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. തദ്ദേശവാസികൾ എന്ന അർത്ഥത്തില് നേറ്റീവ്സ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭാഷ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളെ അന്ന് ഇന്ത്യക്കാർ സുഡാനികൾ, നാഗന്മാർ, സന്താളുകൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ആഗോള മാറ്റങ്ങൾ ഓരോ കൊച്ചു ഗ്രാമങ്ങളെ പോലും ബാധിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കോളനി വാഴ്ച എന്നുള്ളത്. ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിലെ എല്ലാ ഭാഗത്തിനെയും ബാധിക്കുന്നുണ്ട്. സാമൂഹ്യ നരവംശശാസ്ത്രം ലളിത സമൂഹങ്ങളുടെ എല്ലാ വശങ്ങളും പഠനവിധേയമാക്കുന്നുണ്ട്. പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇതിന്റെ പഠനങ്ങൾ ഉണ്ടായിരുന്നത്. അതിനൊരു ഉദാഹരണമാണ് ആൻഡമാൻ ദ്വീപ സമൂഹങ്ങൾ എന്നത്. എന്നാൽ മതം, ജാതി, ഉദ്യോഗസ്ഥ ഭരണം എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിലെ സങ്കീർണമായ സമൂഹത്തെ കുറിച്ചാണ് സമൂഹശാസ്ത്രജ്ഞന്മാര് പഠിക്കുന്നത്. നരവംശശാസ്ത്രം മാനവകുലശാസ്ത്ര ഗവേഷണ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചപ്പോൾ സമൂഹശാസ്ത്രം സർവേ, സ്ഥിതിവിവര കണക്കുകൾ അങ്ങനെയുള്ള അളവുകൾ സംബന്ധമായ ഡാറ്റ, ചോദ്യാവലി എന്നിവയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ലളിത സമൂഹവും സങ്കീർണ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ കാലത്ത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആധുനികവും പാരമ്പര്യവുമായുള്ള മിശ്രണം കാണുന്നുണ്ട്. ജാതിയും ഗോത്രവും തമ്മില്, വർഗവും സമുദായവും തമ്മില് എന്നിങ്ങനെ മിശ്രണങ്ങൾ ഒരുപാട് കാണാനായി സാധിക്കും. നഗരമധ്യത്തിലെ ഗ്രാമങ്ങൾ കാണാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കോൾ സെന്ററുകൾ നടക്കുന്ന ഗ്രാമങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോ ചെറിയ സമൂഹങ്ങള് അപ്രത്യക്ഷമാകുമ്പോൾ സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞര് അതിന്റെ സ്വത്വം നഷ്ടപ്പെടുമോ എന്നുള്ളത് ഭയപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭയം അത്ര തന്നെ ഭയപ്പെടേണ്ട ഒന്നല്ലായിരുന്നു. ആശയങ്ങളുടെയും രീതികളുടെയും നിരവധി കൈമാറ്റങ്ങൾ സമൂഹശാസ്ത്രവും സമൂഹ നരവംശ ശാസ്ത്രവും തമ്മിൽ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോ ഈ സോഷ്യോളജിയും ആന്ത്രോപോളജിയും നരവംശശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. രണ്ടും ഈ ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെ രണ്ടും പരസ്പരം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. യാതൊരു വിധത്തിലും ഈ ആന്ത്രോപോളജി ഇല്ലാതാകും എന്നുള്ളത് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം, സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധം. പിന്നെ പറഞ്ഞത് സോഷ്യോളജിയും മനഃശാസ്ത്രവും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. പിന്നെ പറഞ്ഞത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും നരവംശശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.